ബഡീസ്, ഇതാണ് നിഷാം. കോഴിക്കോട് നിന്നും കിട്ടിയ നല്ലൊരു സുഹൃത്ത്. കോഴിക്കോട് വെള്ളിപ്പറമ്പുള്ള സ്മാർട്ട് പോയിന്റ് എന്ന മൊബൈൽ ഷോപ്പിന്റെ ഓണറാണിത്. ഇന്നലെ രാത്രി ഷോപ്പിൽ പോയായിരുന്നു. ഷോപ്പിന്റെ ചാവി വിശ്വാസത്തോടെ എന്റെ കൈ തന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് റെഡി ആയിട്ടോ. പുറത്ത് നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു. ചാവി തന്നത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇന്ന് നിഷാമിന്റെ ഇക്കയുടെ നിക്കാഹാണ്. ഇന്നത്തെ ഒരു ദിവസം ഷോപ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് ഒരു ഓഫർ തന്നു. ഒരു ദിവസത്തെ കൂലി 800 രൂപ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയി. പക്ഷേ അതിലും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ടുകാരനായ എന്റെ കയ്യിലാണ് ചാവി തന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട്ടുകാർ മോശമാണെന്നല്ല കേട്ടോ. കോഴിക്കോടുള്ള ഒരാൾ പാലക്കാട്ടുകാരനായി എനിക്ക് വിശ്വാസത്തോടെ ചാവി അങ്ങോട്ട് തരികയാണ്. അത് തന്നെയാണ് എന്നെ ഒരുപാട് സന്തോഷവാനാക്കിയത്. അങ്ങനെ വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. ഐശ്വര്യത്തോടെ ഷോപ്പ് തുറന്ന് ഉള്ളിൽ കയറി കുറച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഇതാണ്. മൊബൈൽ ഷോപ്പിനെ കുറിച്ച് എട്ടും പൊട്ടും അറിയാത്ത ഞാൻ ഇന്ന് ഷോപ്പിൽ നിൽക്കണം. ഇന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം എങ്ങനെ നമുക്ക് നോക്കാം. ഷോപ്പ് കറക്റ്റ് 9 മണിക്ക് തുറന്നു. 9:20 ആകുമ്പോഴേക്കും കസ്റ്റമർ വന്നു. ടാബിന്റെ പൗച്ചും ചോദിച്ചു. അങ്ങനെ 9:40 ആകുമ്പോഴേക്കും ഓണറും ഏട്ടനും വന്നിട്ടുണ്ട്. ഏട്ടന്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു മൊബൈൽ എടുക്കാം. ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖാട്ടോ. സ്വിഗ്ഗിയിൽ ഓടുമ്പോൾ മഴ കൊള്ളണം, വെയിലും കൊള്ളണം. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ സേഫ് ആണ്, ഒപ്പം ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് കുറെ നേരം കസ്റ്റമർ ഒന്നും ഇല്ലായിരുന്നു. സ്പീക്കറിൽ പാട്ടും വെച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പാട്ട് കേൾക്കലും പാട്ട് പ്രാക്ടീസ് ചെയ്യലും ഒക്കെ ആയി ഇങ്ങനെ പോയി. ഇന്നത്തെ ദിവസം എന്നെ അറിയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫറിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് ഒന്ന് TV റീചാർജ്, മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്തു പോയി. അത് കഴിഞ്ഞ് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ക്ലാസ്സുകൾ കണ്ടത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോ കോളിംഗ് ക്ലാസ്സും ഞാൻ ഇട്ട് നോക്കി. വെറൈറ്റി ടൈപ്പ് ക്ലാസ്. അങ്ങനെ സമയം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി 5:49 ആയി. ബഡീസ്, അങ്ങനെ ഞാൻ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സമയം 8:30. ഷോപ്പിന്റെ ഓണർ എത്തി. ഇന്ന് ഒരു 1000 രൂപയ്ക്കുള്ള സെയിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തുട്ടോ. അതിൽ 800 എനിക്ക് തന്നെ തന്നു. ഞാൻ വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞു നോക്കി, പക്ഷെ ആളത് കേട്ടില്ല. ഇത് കോഴിക്കോട് മെയിൻ സിറ്റിയിൽ എല്ലാത്തോണ്ടാണ് കേട്ടോ സെയിൽ കുറവായത്. അങ്ങനെ 9 മണിയാകുമ്പോഴേക്കും കട പൂട്ടി ആള് പോയി. ബിരിയാണി പോട്ട് എന്ന ബിരിയാണി ഷോപ്പിൽ നിന്ന് നല്ലൊരു ബിരിയാണി വാങ്ങി നേരെ റൂമിലേക്ക് ഞാനും പോയി. വെറുതെ പറയല്ലോ കേട്ടോ, ഇവിടുത്തെ ബിരിയാണി പൊളിയാണ്. അങ്ങനെ ബിരിയാണി ആസ്വദിച്ച് കഴിച്ചു. പ്ലേറ്റിൽ എല്ലിൻ കഷ്ണങ്ങൾ മാത്രം ബാക്കി.